ഹലോ, വെൽക്കം ബാക്ക് ടു ഷോബ ടൈലേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പലാസോ പാൻ്റ് ആണ്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2.5 മീറ്റർ ഫാബ്രിക് ആണ്. അപ്പോൾ നമുക്ക് ആദ്യമേ മെഷർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ തുണി അൺഫോൾഡ് ചെയ്ത് രണ്ടായിട്ടൊന്ന് മടക്കിയിടുക. വശങ്ങളെല്ലാം പ്രോപ്പറായിട്ടൊന്ന് അലൈൻ ചെയ്യുക. എന്നിട്ട് നമുക്കിതിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. മുകൾ ഭാഗം കണ്ടു കയറി ഇറങ്ങിയൊക്കെയാണ് നിൽക്കുന്നത്. സോ അത് അൺഇവൻ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് അതിനെ നമുക്ക് സ്ട്രെയിറ്റ് ആക്കണം. അതിനുവേണ്ടി ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ അങ്ങ് വരച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ പലാസോയുടെ ഫ്രണ്ട് പീസ് ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ ഇലാസ്റ്റിക് ഇടുന്നതിന് വേണ്ടി 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. ഇത് മാർക്ക് ചെയ്ത ശേഷം നമ്മുടെ ആക്ച്വൽ ലെങ്ത് എത്രയാണോ അത്രയും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം എൻ്റെ മെഷർമെൻറ്റിൽ വന്നിരിക്കുന്നത് 36 ഇഞ്ചാണ്. സോ അതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇത് മാർക്ക് ചെയ്ത ശേഷം അടിഭാഗം മടക്കി തയ്ക്കുന്നതിന് വേണ്ടി 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ മടക്കി ഇട്ടിരിക്കുന്ന തുണിയുടെ വീതി കണ്ടുപിടിച്ച് അതിൻ്റെ നടുഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക. കണ്ടോ, വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ മാർക്ക് ചെയ്താൽ മതിയാകും. ഇതുപോലെ തന്നെ താഴത്തെ ഭാഗവും മാർക്ക് ചെയ്തിട്ട് ആ 2 പോയിന്റും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഹിപ്പ് റൗണ്ട് മെഷർമെന്റ് ആണ്. നിങ്ങളുടെ ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ എന്റെ മെഷർമെന്റിൽ 37 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അതിനെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.5 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. പ്ലസ് നിങ്ങൾക്ക് വേണ്ട ലൂസ് ഞാനൊരു 3 ഇഞ്ചാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 12.5 വന്നു. സോ 12.5യുടെ പകുതി ഞാൻ ഇതുപോലെ കണ്ടുപിടിച്ചു. എന്നിട്ട് ആ ലൈനിന്റെ ഈ ഭാഗത്തോട് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ദാ ഇപ്പുറത്തോട്ട് ആ 12.5 ഇഞ്ചിന്റെ പകുതി മാർക്ക് ചെയ്യുക. ഇതിന് ശേഷം താഴേക്കും നമ്മൾ ആ കറക്റ്റ് 12.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. കണ്ടോ, 12.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി മേൽഭാഗം ചെയ്ത പോലെ തന്നെ ഈ ഭാഗത്തും നമ്മുടെ 12.5 ഇഞ്ചിന്റെ പകുതി മാർക്ക് ചെയ്യുക. 2 വശത്തേക്കും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതൊരു ബോക്സ് ഷേപ്പ് പോലെ ആക്കുക. ഇനി നമ്മൾ ക്രോച്ച് കർവ് മാർക്ക് ചെയ്യാൻ പോവാണ്. അതിനു വേണ്ടി ഈ ഭാഗത്ത് നിന്നും 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഒരു 40 ഇഞ്ച് മുകളിൽ ഹിപ്പ് സൈസ് ഉള്ളവർ 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് കോർണറിൽ നിന്നും 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതേപോലെ ഒരു കർവ് ഷേപ്പ് കൊടുക്കുക. അപ്പൊ നമ്മുടെ ക്രോച്ചിന്റെ കർവ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ താഴത്തെ ബോട്ടം പാർട്ടിന്റെ മെഷർമെന്റ് ആണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഞാൻ ബോട്ടം പാർട്ടിന്റെ മെഷർമെന്റ് ആണ് ഇവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ബോട്ടം പാർട്ട് 10 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അതിനോട് കൂടി 2 ഇഞ്ച് കൂട്ടി 12 ഇഞ്ച്, അതിന്റെ പകുതി 6 ഇഞ്ച് വെച്ച് ഇരുവശങ്ങളിലേക്കും ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇവിടെ ഞാൻ 10 ഇഞ്ച്, അതായത് 8 ഇഞ്ച് മുതൽ 10 ഇഞ്ച് വരെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. പിന്നെ അതിന്റെ കൂടെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതുപോലെ ഒരു ലെഗ് കർവ് എടുത്ത് ഞാൻ ഇവിടെ ആ ഷേപ്പിനനുസരിച്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ വശം മാർക്ക് ചെയ്ത പോലെ തന്നെ ഈ ഓപ്പോസിറ്റ് സൈഡ് മാർക്ക് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ലെഗ് കർവ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈ വെച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ മേൽഭാഗം ഇതേപോലെ ഒരു കർവ് ഷേപ്പിൽ വരച്ചു കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി വന്ന തുണി 2ആയിട്ട് മടക്കുക. ഇത് ബാക്ക് പീസ് വെട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് പ്രോപ്പർ ആയിട്ട് അലൈൻ ചെയ്തതിന് ശേഷം നമ്മൾ വെട്ടിവെച്ച ഫ്രണ്ട് പീസ് വിരിച്ചിടുക. അത് മേൽഭാഗത്ത് നിന്നും ഒരു 1.5 ഇഞ്ച് താഴേക്ക് ഇറക്കി വെച്ച് വേണം വിരിച്ചിടാനായിട്ട്. അപ്പൊ അത് നന്നായിട്ട് അലൈൻ ചെയ്തതിന് ശേഷം ക്രോച്ചിന്റെ ആ ഭാഗത്ത് നിന്നും 1 ഇഞ്ച് മേളിലോട്ട് എക്സ്ട്രാ കയറ്റി വരയ്ക്കുക. കയറ്റി വരച്ചതിന് ശേഷം നമ്മുടെ ആ താഴത്തെ സൈഡുമായിട്ട് ഇതൊന്ന് യോജിപ്പിക്കുക. ഈ സൈഡിൽ എക്സ്ട്രാ ഒന്നും എടുക്കണ്ട കേട്ടോ, ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്താൽ മതി. എന്നിട്ട് ബാക്കി ഭാഗങ്ങൾ ഇതേപോലെ ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ഡ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പൊ നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പീസ് എടുക്കുക. ഫ്രണ്ട് പീസ് എടുത്തതിന് ശേഷം ഈ ഭാഗത്ത് നിന്നും താഴേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. സോ അവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം താഴോട്ട് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതേപോലെ 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ 2 പോയിന്റിലും നമ്മൾ ഒരു നോച്ചിട്ട് കൊടുക്കുക.
അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ചെയ്ത് കഴിഞ്ഞു. ശേഷം ഇതുപോലെ ഒരു സ്ക്വയർ പീസ് തുണി എടുത്ത് രണ്ടായിട്ട് മടക്കിയിടുക. മടക്കിയിട്ടതിന് ശേഷം ഇനി നമ്മൾ മേൽഭാഗത്തിന്റെ വീതി 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മാർക്ക് ചെയ്തതിന് ശേഷം അടുത്തത് നമ്മൾ നീളമാണ് മാർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ 12 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ശേഷം താഴ്ഭാഗത്തെ വീതിയായിട്ട് നമ്മൾ എടുക്കുന്നത് 6.5 ഇഞ്ചാണ്. സോ 6.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ 2 പോയിന്റും തമ്മിലൊന്ന് യോജിപ്പിക്കുക. യോജിപ്പിച്ച ശേഷം താഴ്ഭാഗം ഇതുപോലെ ഒന്ന് കർവ് ഷേപ്പ് കൊടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും എടുത്ത് റോങ് സൈഡ് മാർക്ക് ചെയ്യുക. അപ്പൊ ഇത് മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇതിന്റെ ക്രോച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ടിന്റെയും ഫ്രണ്ട് പീസിന്റെയും സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ബാക്ക് പീസിന്റെയും ക്രോച്ചിന്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ക്രോച്ച് ഭാഗം രണ്ടെണ്ണത്തിനെയും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇത് ഫ്രണ്ട് പീസ് ആണ്. ഇത് നല്ല വശം മുകളിലാകുന്ന രീതിയിലാണ് കിടക്കുന്നത്. ഇനി നമ്മൾ ആ പോക്കറ്റിന് വേണ്ടി മാർക്ക് ചെയ്തില്ലേ, ആ 2 പോയിന്റും ഇത് ഞാൻ ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം. ഇത് വിസിബിൾ ആകുന്നതിന് വേണ്ടിയാണ് ഈ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ശേഷം നമ്മൾ പോക്കറ്റിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തുണി നല്ല വശം മുകളിലാകുന്ന രീതിയിൽ വീഡിയോയിൽ കാണുന്ന പോലെ വിരിച്ചിടുക. വിരിച്ചിട്ടതിന് ശേഷം ഇത് ഫ്രണ്ട് പീസുമായിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതെങ്ങനെയാ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു റെക്ടാംഗിൾ ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കണ്ടോ, ഈ ചോക്ക് മാർക്കിങ്സ് വരയ്ക്കുന്നില്ലേ, ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് ഈ മാർക്കിങ്സിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ മൂലയ്ക്ക് 2 നോച്ചിട്ട് കൊടുക്കുക. അതേപോലെ ബാക്കിയുള്ള ഭാഗങ്ങളിലും നമ്മൾ നോച്ചസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ ചീത്തവശത്തേക്ക് തിരിച്ചിടുക. ചീത്തവശത്തേക്ക് തിരിച്ചിട്ടതിന് ശേഷം ഇതിന്റെ മേലിൽ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പോക്കറ്റ് കണ്ടോ, പോക്കറ്റിന്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യണം. കണ്ടോ, ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇനി ഞാൻ വരയ്ക്കുന്ന ആ ലൈനിൽ കൂടി വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഈ ഭാഗത്ത് നിന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് ജോയിൻ ചെയ്യുന്ന ഈ പോർഷൻ ആകുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കരുത്. കണ്ടോ, ഒരു 1/2 ഇഞ്ച് മാറ്റി 1/2 ഇഞ്ച് മാറ്റിയിട്ടിട്ട് വേണം നമ്മൾ ഇത് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത്. കണ്ടോ, നമ്മൾ ഇവിടെ ആ മാർക്ക് ചെയ്ത 1/2 ഇഞ്ച് ഇവിടെയാണ്, ആ പോർഷൻ ഇവിടെ വരും. ഇവിടുന്ന് ഇത്രയും വരെയുള്ളൂ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കണ്ടോ, ഇതകത്തേക്കൊന്ന് മറിച്ചെടുക്കുക. അപ്പൊ നമ്മുടെ പോക്കറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതേപോലെ കിട്ടും. അപ്പൊ ഇതിനി നമുക്ക് അടുത്ത പീസും കൂടെ വെച്ച് ഇത് ഈ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ കറക്റ്റ് പോക്കറ്റിന്റെ ആ ഷേപ്പ് ഇവിടെ നമുക്ക് കിട്ടും. സൈഡ് പോക്കറ്റ് റെഡി ആകും. ഇനി ഇതിന്റെ മേൽഭാഗം കണ്ടോ, റോ എഡ്ജാണ് നിൽക്കുന്നത്. അത് മുകൾ ഭാഗം തയ്ക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് അത് അകത്തേക്ക് പൊയ്ക്കോളും. ഇനി നമ്മൾ ഈ ഭാഗം നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്ക് പീസും ഇതേപോലെ തന്നെ തയ്ച്ച് എടുത്തത് ഇത് കണ്ടോ, നല്ല വശം 2 അഭിമുഖമാകുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. നമ്മൾ ഇതിന്റെ സൈഡ് കണ്ടോ, ഈ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ പോക്കറ്റിന്റെ സൈഡ് വരുമ്പം നമ്മൾ ആ പോക്കറ്റിന്റെ ഭാഗമൊക്കെ ഒന്ന് നേരെ വെക്കുക. നേരെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കറക്റ്റ് ആയിട്ട് ഒരു പിൻ വെച്ച് സെക്യൂർ ചെയ്യുക. പിൻ വെച്ച് സെക്യൂർ ചെയ്തതിന് ശേഷം സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ ഈ സൈഡ് ചെയ്ത പോലെ തന്നെ നിങ്ങൾ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുക. കണ്ടോ, പോക്കറ്റിന്റെ ഭാഗമൊക്കെ ഇപ്പൊ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ,
അപ്പോൾ ഈ സൈഡ് ചെയ്ത പോലെ തന്നെ നമ്മൾ അടുത്ത സൈഡും മറ്റേ സൈഡും കൂടി ചെയ്തെടുക്കുക കേട്ടോ. ഇതാ ഇപ്പൊ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ അടിഭാഗം കണ്ടോ, ഈ കിടക്കുന്ന ഈ ഭാഗം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പൊ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റ് ഇതുവരെയാണ് നമ്മൾ എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. സോ ഇവിടെ നിന്നും നമ്മൾ ഫോൾഡ് ചെയ്യണം. കണ്ടോ, ആദ്യമേ അരികൊന്ന് ഫോൾഡ് ചെയ്ത് കണ്ടോ, പിന്നെ ആ മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്നും അകത്തേക്ക് ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് അതിന്റെ എഡ്ജ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പാൻസിന്റെ ബോട്ടം പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇതിന്റെ ബോട്ടം റൗണ്ട് അത് എത്രയാണെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാൻ 10 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. സോ രണ്ട് സൈഡിൽ നിന്നും 10 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾ എത്രയാണോ മാർക്ക് ചെയ്തത് അതിനനുസരിച്ച് ഇവിടെ ബോട്ടം റൗണ്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം തയ്യൽ തുമ്പ് വിട്ട് ഇതിന്റെ ഈ സെന്റർ പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ മേൽഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഇത് നമ്മൾ മാർക്ക് ചെയ്ത ലൈനാണ്. അതിന്റെ ആ ഭാഗത്ത് നിന്ന് നമ്മൾ ആ ബോട്ടം പാർട്ട് ചെയ്ത പോലെ തന്നെ ആദ്യമേ 1/2 ഇഞ്ച് മടക്കുക. ശേഷം ആ മാർക്ക് ചെയ്ത ലൈനിൽ കൂടി വീണ്ടും ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുക. ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് റൗണ്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യാൻ ചെറിയൊരു സ്പേസ് വിടണം. അപ്പൊ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യാനുള്ള സ്പേസ് വിടേണ്ട കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അത് ഒരു 1-2 ഇഞ്ച് മാറ്റി വിട്ടതിന് ശേഷം മാത്രമേ സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുള്ളൂ. അപ്പൊ നമ്മൾ മേൽഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഈ പോക്കറ്റിന്റെ ഭാഗമൊക്കെ കണ്ടോ, പോക്കറ്റിന്റെ ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഡബിൾ ഫോൾഡ് ചെയ്ത് അടിച്ച് അകത്തേക്ക് ആ റോ എഡ്ജ് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇലാസ്റ്റിക് കയറ്റുക എന്നുള്ളതാണ്. സോ ഇവിടെയാണ് ഇലാസ്റ്റിക് കയറ്റാനുള്ള സ്പേസ് ഇട്ടിരിക്കുന്നത്. ഇനി ഇലാസ്റ്റിക്കിന്റെ അളവ് എത്രയാന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് റൗണ്ടിൽ നിന്നും 4-5 ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നമ്മുടെ അതേ കറക്റ്റ് അളവിനുള്ള ഇലാസ്റ്റിക് കിട്ടും. സോ അതും കൂടി ഇൻസേർട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഞാൻ ഇലാസ്റ്റിക് ഒക്കെ ഇൻസേർട്ട് ചെയ്ത് നമ്മുടെ പലാസോ പാന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.